ഹായ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണിത്. ആദ്യം തന്നെ നമുക്ക് ഈ ചെമ്മീൻ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കണം. ഇപ്പം നമ്മളൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ വറുത്ത എണ്ണ കുറച്ചുണ്ടായിരുന്നു, അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ 2 പച്ചമുളക് ഇങ്ങനെ നടുവേ കീറിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ല ഇച്ചിരി മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ബുദ്ധിമുട്ടുള്ളവർ ചെറിയ ഉള്ളി എടുക്കണ്ട. 2 മീഡിയം സൈസുള്ള സവോള അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഉള്ളി വാടി കിട്ടും. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഈ പൊടിയുടെ പച്ചമണമൊക്കെ നമുക്കൊന്ന് മാറി കിട്ടണം. ഇപ്പം പൊടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് ചെറു ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചവെള്ളം ഒഴിക്കരുത്, ചെറു ചൂടുള്ള വെള്ളമാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് നന്നായി വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മസാലയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ പറ്റി നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നന്നായി കുറച്ച് ഒരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗരം മസാലയുടെ മണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക.
ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്.